CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണ്. തന്റെ വിദ്യാഭ്യാസ വായ്പയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി തന്റെ എല്ലാ സ്കോളർഷിപ്പ് വായ്പാ രേഖകളും പരസ്യമാക്കാൻ താൻ തയ്യാറാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ അവരുടെ വിദ്യാഭ്യാസ ബിരുദങ്ങൾ വെളിപ്പെടുത്തണമെന്ന് അഭിജിത് ദീപ്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പ്രസ്താവന അഭിജിത് ദീപ്കെ നടത്തുമ്പോൾ അഭിജിത് ദീപ്കെ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്നറിയില്ല, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബോധന ചെയ്തിരിക്കുന്നത് ചക്രവർത്തി അങ്ങയുടെ സർട്ടിഫിക്കറ്റ്സ് വെളിപ്പെടുത്താൻ തയ്യാറാകുമോ, ബിരുദ സർട്ടിഫിക്കറ്റ് വെളിപ്പെടുത്താൻ തയ്യാറാകുമോ? അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ യോഗ്യത. അദ്ദേഹത്തിന്റെ ആ ഓറ അത് ഭാരതത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പോൾ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന് ഒരു ബിരുദ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ട്. ആ വ്യക്തിത്വത്തിലുള്ള അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിത്വത്തിന് മുന്നിൽ താനും അഡിക്റ്റഡ് ആണ് എന്നുള്ളതാണ് അഭിജിത് ദീപ്കയുടെ ആ ചക്രവർത്തി വിളി. വിദേശ പഠനത്തിന് എങ്ങനെ പണം ലഭിച്ചു എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടിയുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് പിന്നാലെയാണ് ദീപ്കയുടെ പരാമർശം. തനിക്കൊന്നും മറച്ചുവെക്കാനില്ല എന്നും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതേ സുതാര്യത മാനദണ്ഡം ബാധകമാക്കിയാൽ തന്റെ രേഖകൾ പങ്കിടാൻ തയ്യാറാണെന്നും ദീപ്കെ പറഞ്ഞു. ഈ പ്രസ്താവന രാഷ്ട്രീയ ചർച്ചകൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. തുല്യ ഉത്തരവാദിത്തത്തിനുള്ള ആവശ്യം എന്നാണ് പിന്തുണക്കാർ ഇതിനെ വിളിക്കുന്നത്. അതേസമയം വിഷയങ്ങൾ പ്രത്യേകം കാണണമെന്ന് വിമർശകർ വാദിക്കുന്നു. ദീപ്കയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സുതാര്യത, വിദ്യാഭ്യാസ യോഗ്യത, വിവരാവകാശ അപേക്ഷകളെ ചുറ്റിപ്പറ്റിയുള്ള വളർന്നുവരുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ എന്നിവയെക്കുറിച്ച് ഇപ്പോൾ പുതിയ ചർച്ചകൾ ഈ പശ്ചാത്തലത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. സൂറത്തിൽ നിന്നുള്ള വിവരാവകാശ പ്രവർത്തകനാണ് അഭിജിത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം അന്വേഷിച്ച് പരാതിയുമായി എത്തിയത്. അഭിജിത്തിന്റെ പിതാവ് സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും വിദേശ പഠനത്തിന് മകനെ അയക്കാൻ മാത്രം കെൽപ്പില്ല എന്നും ഇയാൾ വാദിച്ചു. ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്നും കിട്ടിയ സ്കോളർഷിപ്പിന്റെ തെളിവ് അഭിജിത്ത് തന്നെ വിട്ടു. ശേഷിച്ച പണം, വിദ്യാഭ്യാസ ലോണും ബോസ്റ്റണിൽ വിദ്യാഭ്യാസം തുടരുകയാണ്. വ്യക്തികളുടെ സാമ്പത്തിക വിവരം അന്വേഷിക്കുന്നവർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആശങ്കയില്ലേ എന്ന് അഭിജിത്ത് ചോദിക്കുന്നു. വിദ്യാഭ്യാസ രേഖ പുറത്തുവിടാൻ തനിക്കുള്ള ധൈര്യം പ്രധാനമന്ത്രിക്കുണ്ടോ എന്നാണ് അഭിജിത്തിന്റെ വെല്ലുവിളി. EDയെയും CBIയെയും ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുന്ന കാലത്ത് രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് അഭിജിത്തിന്റെ മറ്റൊരു വാക്ക്. ഗാന്ധിവധത്തിന് പിന്നിലുള്ളവരാണ് CJPയെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത്. RSSനെയും വിമർശിക്കുന്നു. ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഝാർഖണ്ഡിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ചേരുമെന്നും അഭിജിത്ത് പറഞ്ഞു. ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് അഭിജിത്തിന്റെ സ്വദേശമായ മഹാരാഷ്ട്രയിലെ ഛത്രപതി സാംഭാജി നഗറിൽ CJP നേതൃയോഗം ചേരുക. രാജ്യവ്യാപകമായി യുവാക്കളുടെ ആവശ്യങ്ങൾ കേട്ടുവെന്നും നേതൃയോഗം അത് ചർച്ച ചെയ്യുമെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.